ഇന്ന് മോർണിംഗ് വാക്കിനായി നമ്മൾ എത്തിയിരിക്കുന്നത് കുന്നറ പാർക്കിലാണ്. വൈറ്റിലേക്ക് അടുത്തുള്ള കുന്നറ പാർക്കിലാണ്. അവിടുത്തെ കാഴ്ചകളും ഇവിടെ നടക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. സമയം 6 മണി കഴിഞ്ഞ് 31 നമ്മുടെ വിനേഷ് ചോദിച്ചു ശബരിമലയിലെ കാര്യം ഒന്ന് പറയുമെന്ന്. എന്താ പറയാതിരിക്കാൻ നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ മഴയ്ക്ക് പൂർണ്ണ ശമനം എന്നുള്ളതാണ് ഒരു ആശ്വാസ വാർത്ത. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ മഴയുണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും ശക്തമായ മഴ പെയ്ത 2 ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചയാണല്ലോ ഏറ്റവും ശക്തമായ മഴ പെയ്തത്. അപ്പോഴൊക്കെ തീർത്ഥാടകർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴയൊക്കെ ശമിക്കുന്നു. 2 ദിവസം മഴ തുടർച്ചയായി പെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മല ചവിട്ടുന്ന ഭക്തരുടെ എണ്ണത്തിലും അങ്ങനെ വർധന ഉണ്ടായിട്ടുണ്ട്. അശ്വിൻ പാലാഴയാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. അശ്വിൻ, വെരി 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 ഗുഡ് മോർണിംഗ്. മഴയൊക്കെ മാറി സന്നിധാനം എങ്ങനെ നിൽക്കുകയാണ്? കൂടുതൽ ഭക്തരെത്തുന്നു. അപ്പോൾ ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ. കൃഷ്ണ പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു സുപ്രഭാതമാണ് ഇന്ന് ശബരിമലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്നലെയും കഴിഞ്ഞ ദിവസവും എല്ലാം വളരെ ശക്തമായ മഴയായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. എങ്കിൽ ഇന്നതിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുകയാണ്. ഭക്തരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ശബരിമലയിലെ സന്നിധാനത്തെ ഫ്ലൈ ഓവറാണ്. ആ ഫ്ലൈ ഓവർ നിറച്ച ആളുകളുണ്ട്. ഒപ്പം കുട്ടികളുമായി വരുന്നവർക്കുള്ള പ്രത്യേക ക്യൂ അതിന് താഴെ കൂടി പോകുന്നുണ്ട്. അതും നമുക്ക് കാണാം. എന്തായാലും ഈ കുട്ടികളുമൊക്കെയായുള്ള ആളുകൾ ഇന്നലെയൊക്കെ ശബരിമലയിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പമ്പയിലൊക്കെ അവർ വിരിവെച്ച ശേഷം മഴ കുറഞ്ഞ ശേഷമാണ് മല കയറി തുടങ്ങിയത്. ഇന്നെന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ഇന്നിപ്പോൾ വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. 7 മണി മുതൽ പുല്ലുമേട് വഴിയുള്ള ഭക്തരെ കൂടി കടത്തിവിടും. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഒന്നും ആ ഒരു പുല്ലുമേട് വഴിയുള്ള ആളുകളെ കടത്തിവിട്ടിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്ന് 7 മണിയോടുകൂടി അത് പുനഃസ്ഥാപിക്കും. ഇന്നലെ മാത്രം 78,400-ലധികം ഭക്തർ മല ചവിട്ടി. ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും അത്രത്തോളം എണ്ണമുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇന്ന് വളരെ സുഗമമായ ദർശനം രാവിലെ 3 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് പോകുന്നുണ്ട്. എന്തായാലും വളരെ ഭംഗിയായി തന്നെ മഴ മാറി നിന്ന് ഭംഗിയായി തന്നെ ഇന്നത്തെ ദർശനം മുന്നോട്ട് പോകുന്നുണ്ട്. കൃഷ്ണ പ്രജി. യെസ്, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് മെട്രോ പോകുന്നുണ്ട്. മെട്രോ അപ്പോൾ ഇവിടെ എന്താ മെട്രോ ആസ്വദിക്കാം, പുഴ ആസ്വദിക്കാം. തൊട്ടപ്പുറത്താണ് റോഡുള്ളത്. അതായത് വൈറ്റില തൃപ്പൂണിത്തുറ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നു. അതിന് തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെയാണ് ഈ പാർക്കുള്ളത്. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇടത്താണ് ഇത്. ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ പാർക്കിനെ കുറിച്ച് കൂടുതലായി പറയാൻ ഒരു പക്ഷേ ആ വരുന്ന ആൾക്ക് പറ്റും. നമ്മുടെ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ്. വാ. വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ചേച്ചി, അപ്പോ ഈ പാർക്ക് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പാർക്ക് ഡിസൈൻ വൈസ് ഗംഭീരം. താങ്ക് യു. മാത്രമല്ല എന്നോട് പറഞ്ഞു, അയ്യോ എന്റെ പാർക്കിൽ നിങ്ങളൊന്ന് വരുമോ? നമ്മുടെ ഗായത്രി നിർമ്മല ചേച്ചിയാണ്. ചേച്ചി ഇവിടെയൊക്കെ നടക്കാനൊക്കെ വരുന്നുണ്ട്, നമുക്ക് കാണാം പോവേ. അപ്പോ ഈ പാർക്കിനെ കുറിച്ച് എന്ത് പറയണം? എന്താണ്, എപ്പോഴാണ് ഈ പാർക്ക്? വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ 2010 തുടങ്ങി ഞാൻ കൗൺസിലറാണ്. അപ്പോൾ അന്നേരമാണ് നമ്മുടെ DMRC വന്നത് മെട്രോ പണിയാനായിട്ട്. അന്നേരം അവർക്ക് നമ്മളൊന്ന് പാർക്ക് കൊടുത്തു കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നു, നമുക്ക് തിരിച്ചു തരുമ്പോൾ നല്ല പാർക്കാക്കി തിരിച്ചു തരണമെന്ന്. ദൈവഭാഗ്യം കൊണ്ട് ഞാൻ തന്നെ പിന്നെയും കൗൺസിലറായി. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് പാർക്ക് തിരിച്ചു തന്നു. കാരണം ഈ ഏരിയയിൽ എങ്ങും നല്ലൊരു പാർക്കില്ല. അപ്പോൾ പരമാവധി നമ്മുടെ ജനങ്ങളെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവർക്ക് മറ്റു വണ്ടി കൊണ്ടുപോയി അവിടെ പോകാനോ അല്ലെങ്കിൽ അകലെ പോയി ഒന്ന് കാശ് കൊടുത്ത് പോകാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ നമ്മളെ കൊണ്ടായത് അവരൊന്ന് സന്തോഷിപ്പിക്കുക. തീർച്ചയായിട്ടും ഓപ്പൺ ജിമ്മുണ്ട്, അതിന്റെ അകത്തുണ്ട്, എക്സസൈസ് ഉണ്ട്, ഹാളിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഓപ്പൺ സ്റ്റേജ്. ഇനിയിപ്പോ നമുക്കൊരു തുടക്കമായിട്ടുള്ളൂ, പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കണേണ്. ഒരു ബോട്ട് അതാവുമ്പോ നമുക്ക് രാവിലെയോ വൈകിട്ടോ കുട്ടികളുടെ സമയം നോക്കി. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ആള് കുറവ്. സെക്കൻഡ് സാറ്റർഡേ സൺഡേ നമുക്ക് ഒക്കെ എല്ലാവരും ടൂർ പോകും. പണ്ടത്തെ കാലല്ലല്ലോ. അപ്പൊ വളരെ സന്തോഷം. നിങ്ങള് ക്രിസ്റ്റീനെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറയാനിരിക്കണായിരുന്നു, ക്രിസ്മസിന് വിളിക്കാന്നാ വിചാരിച്ചത്. അന്നേരം വലിയൊരു ഇതാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യണത്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആരോഗ്യപരമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുകൂടി ഉണ്ട്. തുറന്ന് അന്ന് തുടങ്ങി നടക്കുന്ന വ്യക്തികളുണ്ട്.
അപ്പം എല്ലാവരും വന്ന് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പാർക്ക് കൂടെ ഉള്ള കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ വരാം അല്ലേ? ഈ ഭാഗത്തുള്ളവർ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ട് ദൂരെയുള്ളവരൊക്കെ എറണാകുളം വരുമ്പോൾ ഒന്ന് ഈ പാർക്കിൽ കുന്നറ പാർക്കിൽ കയറിയിട്ട് പോകണം. ഞങ്ങളുടെ എല്ലാവരുടെയും കോർപ്പറേഷന്റെ ഒരു ആഗ്രഹമാണ്. അതെ, മാത്രമല്ല ഒരു സുഖമാണ്. ഈ ഡിസൈൻ വൈസ് തന്നെ ഒരു വളരെ പ്രത്യേകതയുണ്ട് അല്ലേ? നമുക്ക് KMR ചെയ്തു തന്നതാണ്. വളരെ അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ചേച്ചി നടക്കട്ടെ, മുടക്കണ്ട. അപ്പോൾ നമ്മൾ ശബരിമലയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു വാർത്ത തന്നെയാണ്. സന്നിധാനത്ത് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് അയ്യപ്പന്റെ രൂപം തീർത്ത സഹോദരങ്ങൾ എറണാകുളം സ്വദേശികളായ അഭിനവും അദ്വൈതുമാണ് മിനിറ്റുകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചത്. ADGP എസ് ശ്രീജിത്തിന്റെയും സന്നിധാനത്തെത്തിയ ഭക്തരുടെയും മുന്നിലായിരുന്നു ഈ കൊച്ചു മിടുക്കരുടെ പ്രകടനം. 504 റുബിക്സ് ക്യൂബുകളിലാണ് അഭിനന്ദും അദ്വൈതും അയ്യപ്പന്റെ രൂപമൊരുക്കിയത്. വിരലുകൾക്ക് ശരവേഗം 14 മിനിറ്റിൽ ക്യാൻവാസ് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് നിറഞ്ഞു. തെളിഞ്ഞു വന്നത് സാക്ഷാൽ അയ്യപ്പന്റെ മിഴിവാർന്ന ചിത്രം. ആദ്യം ഗണപതിനെയാണ് ഇത്രയും ക്യൂബിൽ ഉണ്ടാക്കിയത്, പിന്നെയാണ് അയ്യപ്പനെ ഉണ്ടാക്കിയത്. സഹോദരങ്ങളുടെ കരവിരുതിന് സാക്ഷിയായി നിരവധി ഭക്തരും ADGP എസ് ശ്രീജിത്തും. നിസ്സാരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്ര ചെയ്തു ആദ്യം നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്ര വലിയ കഴിവുള്ള മക്കളാണ്. വലിയ നിലയിലെത്തട്ടെ, ഭഗവാൻ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. അമ്മ ഇന്ദുവും അച്ഛൻ ബിജോയിയുമാണ് ഇരുവരെയും റുബിക്സ് ക്യൂബ് പോർട്രേറ്റിൽ മിടുക്കരാക്കിയത്. ഇവർ പല ചെയ്യാറുണ്ട്, ആൾക്കാർ ചെയ്യാറുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് അത് അത്ര സമയമൊന്നുമില്ല, അവരൊരു രീതിയിൽ ചെയ്ത് തുടങ്ങാറുണ്ട്, ചെയ്ത് തീർക്കും അത്. ഇതിനോടകം നിരവധി പേരുടെ റുബിക്സ് ക്യൂബ് പോർട്രേറ്റുകൾ തീർത്ത് ശ്രദ്ധേയരായിട്ടുണ്ട് ഈ സഹോദരങ്ങൾ. സന്നിധാനം. യെസ്, നമുക്കിനി സന്നിധാനത്തെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, ഇതാ ഈ സ്റ്റാംസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഒരു പാട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. വേളിക്ക് വെളുപ്പാനുകൾ. ഇത് ഈ പാട്ട് എന്റെ പപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണ്. അപ്പം പെട്ടെന്ന് ആ ഓർമ്മകളൊക്കെ വന്നു. 4 പാടാം. വേളിക്കു വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. വേളിക്കു വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി. അപ്പോൾ ഗംഭീരമായിരുന്ന പാട്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ വരുന്നു. അപ്പോൾ പ്രജനെ നമ്മളെയൊക്കെ, അതായത് നമ്മുടെ എല്ലാ അവതാരകരെയും ഇവരൊരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് കാണുന്നത്. പലരും നമ്മളെ മക്കളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹൃദയം നിറയ്ക്കുന്നു. അപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ ആകാൻ പ്രായമുള്ള ആൾക്കാർ കാണുന്നു. അപ്പോൾ നിങ്ങളെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ യാദൃച്ഛികമായിട്ട് ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. കുറേ നേരം വന്ന് സംസാരിച്ചു. കണ്ടിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് തന്നെ മോർണിംഗ് വാക്കിനെ കുറിച്ചാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അവരുടെ പേര് മഹേഷ് എന്നും മഞ്ജു എന്നാണ്. മഹേഷ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു, മഞ്ജു ടീച്ചറാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, 6 മണിക്ക് എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ച് നമ്മൾ മോർണിംഗ് വാക്കിലേക്ക് എത്തും. ഇത് കാണുന്നതിന്റെ പ്രത്യേക ഉദ്ദേശം എവിടെയാണ് ഇന്നത്തെ ലൊക്കേഷൻ എന്നറിയാനാണ്. കാരണം എറണാകുളത്ത് തന്നെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അറിയാനായിട്ട് ഇപ്പൊ മോർണിംഗ് വാക്ക് കാണുന്നു എന്നാണ് അവർ പറഞ്ഞത്. മഞ്ജു കാണുന്നത് അറിയാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അജിത്ത്, മിനി ബാബു, നസീർ, അസീന മുഹമ്മദ്, ആരാധ്യാദേവൻ, വസന്തകുമാരി, അബ്ദുള്ള, രോഹിത്, KJ തോമസ്, ആൽഫ, മുഹമ്മദ്, മലബാർ വാലി, രമേഷ്, രാജേന്ദ്രൻ വയല, കുമാർ, ഇവർക്കെല്ലാം തന്നെ റീന സതീഷ്, ആസാംബി, സ്റ്റാമ്പർ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ, അനോറ, സുലൈമാൻ, അബ്ദുൽ ഖാദർ.
അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരുടെ കമന്റ്സും കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. അതും ഈ പറഞ്ഞ പോലെ മലയാളികൾക്ക് മുന്നിലേക്ക് ഇതാ മറ്റൊരു എന്താണ് പറയുക ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ലോക ക്ലാസിക്കുകളിലേക്ക് വാതിലുകൾ തുറന്നിട്ട് തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. സിനിമാ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി 29ാമത് IFFKയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്നലെ പങ്കെടുത്തു. 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തിരി തെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. അനന്തപുരിയിൽ തിരിതെളിഞ്ഞത് 8 ദിവസത്തെ സിനിമാ മാമാങ്കത്തിന്. 3ാം ലോക സിനിമകൾക്കും വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രാധാന്യം നൽകുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്നത് 170 ചിത്രങ്ങൾ. വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഷബാന ആസ്മിയായിരുന്നു മുഖ്യാതിഥി. ആദ്യ IFFKയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ പങ്കുവച്ച ഷബാന നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികളുടെ സമീപനത്തെ പുകഴ്ത്തി. It shows a very long association, and one of the reasons why this festival continues to be amongst the most important in India is because of the audiences and because of how much the people here actually have a taste for good cinema. ഹോങ്കോങ് സംവിധായിക ആൻ ഹോയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. In the Hong Kong New Wave movement, she received the Golden Lion for Lifetime Achievement. ബ്രസീൽ സംവിധായകൻ വാൾട്ടർ സാലസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. നേരത്തെ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവരുന്നതിനിടെ വേദിക്ക് പിറകിൽ നിന്ന് ഒരാൾ കൂകി. 2 വർഷം മുൻപത്തെ ഡെലിഗേറ്റ് പാസുമായി എത്തിയ ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് IFFKയിൽ ഒരുപാട് സിനിമകൾ ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് അല്ലേ? അപ്പം നമ്മൾ കുന്തറ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എന്താണ് ഒരു വാക്ക് വേ ഉണ്ട്, പിന്നെ ഓപ്പൺ ജിം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ ആ രീതിയിലാണ്. അതാ ഇവിടെ 2 ഇരിപ്പുണ്ട്. അതെ, ഇതിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാർക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മോർണിംഗ് വാക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ ഇവിടെ ഒരു നല്ല പാർക്കുണ്ട്, അപ്പുറത്തൊരു പുഴയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഗായത്രി നിർമ്മല ചേച്ചിയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോട് നല്ല ബ്ലൗസ് ആണല്ലോ, നല്ല ഉടുപ്പാണല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൽ ചിലതൊക്കെ തുന്നിത്തരുന്നതും ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഒരു സംരംഭകം കൂടിയാണ്. താങ്ക് യു ചേച്ചി, ഇത്രയും നല്ല. താങ്ക് യു. എനിക്ക് നിങ്ങളെ കാണാൻ നേരിട്ട് സാധിച്ചാൽ ഭയങ്കര സന്തോഷം. പിന്നെ ഷോപ്പിൽ പോണ തിരക്കിനിടയിലും രാവിലെ കുറച്ച് സമയം ഒഴിവുള്ളപ്പോൾ, ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. നാളെ സൺഡേയും കൂടി ആകുമ്പോൾ ആൾക്കാർ കുറവായിരിക്കും പൊതുവെ. പിന്നെ ഷോപ്പിൽ പോണ തിരക്കുള്ളപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒന്നും അങ്ങനെ വരാൻ പറ്റില്ല, ഒഴിവുള്ളപ്പോൾ മാത്രം അങ്ങനെ വരും. കൂടെ എൻ്റെ സ്റ്റാഫാണ്, പാർട്ട്ണറാന്ന് പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു ജ്വല്ലറി മേക്കിംഗ് ഒക്കെ നടത്തുന്ന ഒരു കുട്ടിയാണ് കൂടെയുണ്ട്. അശ്വിനി. ഇടയ്ക്ക് എൻ്റെ കൂടെ വരും, അല്ലാണ്ട് ഒറ്റയ്ക്ക് വരാറില്ല. പിന്നെ ഇവിടെ എൻ്റെ യൂണിറ്റിൽ തന്നെയാണ് താമസം. അപ്പോൾ താങ്ക് യു ആൻറ്റി. ഒരു വീട്ടിൽ 2 ഡിസൈനേഴ്സാണ്, അമ്മയും മകളും കൃഷ്ണയും ഡിസൈനേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഈഗോ പ്രശ്നമൊന്നും ഇല്ലാതെ നിങ്ങൾ പോവുക. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തോടിപ്പ് വരുന്നു. അത് ഡൽഹിയിൽ നിന്നാണ്. ആ വാർത്തയിലേക്ക് എത്താം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകണമെന്ന് നമ്മുടെ പ്രൊഡ്യൂസർ അമൽ പറയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഹോസ്റ്റലിൽ ദുരിത ജീവിതം നയിച്ചാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പഠനം. ഹോസ്റ്റലിലെ ഇടുങ്ങിയ ഓരോ മുറിക്കുള്ളിലും 18 വിദ്യാർത്ഥികൾ വരെ കിടന്നുറങ്ങുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇവർക്ക് നൽകുന്നതാകട്ടെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണവും. ഇടുക്കി നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കാഴ്ചയാണിത്. 5500 രൂപ പ്രവേശന ഫീസ് വാങ്ങിയ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ എലിയുടെയും ഇഴജന്തുക്കളുടെയും ശല്യം. ഈ സൗകര്യത്തിനാണ് പ്രതിമാസം 4500 രൂപ വീതം 95 കുട്ടികൾ ഇപ്പോഴും നൽകുന്നത്. പട്ടിണിയാണ് ഇവിടെ, ഇവരൊന്നും തരുന്നില്ല. തരുവാണെങ്കിൽ തന്നെ ഒട്ടും കഴിക്കാൻ പറ്റില്ലാത്ത ഫുഡൊക്കെയാണ്. ഇഷ്ടം പോലെ കുട്ടികൾ ഛർദ്ദിക്കുകയും ഫുഡ് പോയിസണും. മാനേജ്മെന്റിന് കൊടുത്തപ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളാം തന്നെ, പറ്റൂല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. എല്ലാ ദിവസവും ചോറിന്റെ അകത്ത് എപ്പോഴും ചെള്ളുണ്ടെന്ന് അങ്ങനെയൊക്കെയാണ്. പിന്നെ മുടിയ
അങ്ങനെ കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാണ്. ഞങ്ങളുടെ ഒരു റൂമിൽ 18 പേരാണ്. ഈ 18 പേർക്ക് മര്യാദ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല. ഞങ്ങളുടെ സമരത്തിലേക്ക് തന്നെയാണ് പോകാൻ നിൽക്കുന്നത്. ഇവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും വരുന്ന കൊറിയർ, അവരുടെ വീട്ടിൽ നയിക്കുന്ന പേഴ്സണൽ ഡോക്യുമെന്റ്സ് പോലും തുറന്നു നോക്കി വെതറിയിട്ടിട്ടാണ് ഇവിടെ ഒരാൾക്ക് കൊടുത്തത്. സ്വന്തമായി ഹോസ്റ്റൽ കെട്ടിടം ഇല്ലാത്തതിനാൽ വിദ്യാധിരാജ സ്കൂളാണ് ലേഡീസ് ഹോസ്റ്റലാക്കിയത്. ഈ കെട്ടിടം ഡിസംബർ മാസത്തോടെ ഒഴിഞ്ഞു നൽകണമെന്നും മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് ഹോസ്റ്റലുമില്ല. ചേർന്നപ്പോൾ തന്നെ നമുക്കിവിടെ ഹോസ്റ്റൽ സൗകര്യം ഒന്നുമില്ലായിരുന്നു. 2 കൂട്ടർക്കും ഇല്ലായിരുന്നു. അതായത് ബോയ്സിനും ഇല്ല, ഗേൾസിനും ഇല്ല. ബോയ്സിനാണെങ്കിൽ 3 കിലോമീറ്റർ അകലെ ഇടുക്കി ടൗൺഷിപ്പിലാണ് ഹോസ്റ്റല് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഏകദേശം 5000 രൂപ വാടക കൊടുത്ത് ഓരോരുത്തരും 5000 രൂപ വാടക കൊടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. 2 ബാച്ചുകളിലെ 120 കുട്ടികളാണ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. 24 ഇടുക്കി. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട അല്ലു അർജുൻ പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ചഞ്ചൽഗുഡ ജയിലിന്റെ പിൻവശത്തെ ഗേറ്റിലൂടെ അർജുൻ പുറത്തിറങ്ങി എന്നാണ് ഇപ്പോഴത്തെ സൂചന. റഹീസ് അതിന്റെ വിവരങ്ങളുമായി ചേർന്നു. റഹീസ്, അപ്പോൾ വളരെ നേരത്തെ തന്നെ അല്ലു അർജുൻ ജയിലിന് പുറത്തിറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? വിവരങ്ങൾ പറയൂ. റജിൻ, അതെ, ഇപ്പോൾ അല്ലു അർജുൻ പുറത്തേക്ക് ഇറങ്ങിയതായി അഭിഭാഷകൻ പുറത്തെത്തി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ്. അല്ലു അർജുന്റെ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ രാവിലെ തന്നെ ഈ ചഞ്ചൽഗുഡ ഈ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ പ്രൊസീജിയർ മാത്രമായിരുന്നു ബാക്കിയുള്ളത്. അതായത് കോടതിയിൽ നിന്നുള്ള ജാമ്യം ലഭിച്ചിട്ടുള്ള ഒരു പേപ്പർ, അതിന്റെ ഒരു കോപ്പി കൃത്യമായി ജയിലിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരുന്നു പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് രാവിലെ തന്നെ അഭിഭാഷകൻ എത്തി കൈമാറി. ഇന്നലെ രാത്രി തന്നെ അഭിഭാഷകൻ സൂചന നൽകിയിരുന്നു. രാവിലെ ഒരു 6 മണിയോ അല്ലെങ്കിൽ 7 മണി ഇതിനുള്ളിൽ തന്നെ അല്ലു അർജുൻ പുറത്തിറങ്ങും എന്നുള്ള കൃത്യമായ വിവരം അല്ലു അർജുന്റെ അഭിഭാഷകർ നൽകിയിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഇവർ ജയിലിലെത്തി. അല്ലു അർജുന്റെ ബന്ധുക്കളും ജയിലിലെത്തിയിരുന്നു. ഇവർ അകത്ത് പോയി ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ജയിൽ സൂപ്രണ്ടിനെ കണ്ടു. ഇത്തരത്തിൽ ഈ ഓർഡർ കൈമാറിയതിനു ശേഷം അല്ലു അർജുൻ ഇപ്പോൾ പുറത്തെത്തിയതായി ഔദ്യോഗികമായി ഇവർ അറിയിച്ചിരിക്കുകയാണ്. അല്ലു അർജുൻ നിലവിൽ ചഞ്ചൽഗുഡ ജയിലിന്റെ പിൻവശത്തെ ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് പോയത് എന്നാണ് സൂചന. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. അല്ലു അർജുൻ പുറത്തിറങ്ങുന്നത് കാത്ത് ആരാധകരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ വലിയൊരു നിരയും ചഞ്ചൽഗുഡ ഈ ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൻവശത്തെ ഗേറ്റിലൂടെ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് അഭിഭാഷകൻ നൽകുന്ന വാദം. എന്തായാലും ഇന്നലെ ഒരു ദിവസം രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അല്ലു അർജുൻ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അഭിഭാഷകൻ അതിരൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ ഓർഡർ പ്രകാരം അല്ലു അർജുനെ പുറത്തിറക്കാൻ കഴിയുമായിരുന്നു എന്ന് അഭിഭാഷകർ പറയുന്നു. ഈ പേപ്പർ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഉത്തരവിൻ്റെ കോപ്പി ഈ ജയിൽ അധികൃതർക്ക് വാങ്ങുകയും ഒപ്പം തന്നെ അല്ലു അർജുനെ പുറത്തിറക്കാൻ കഴിയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അവർ അതിന് ശ്രമിച്ചില്ല എന്നുള്ള രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഇത് സംബന്ധിച്ചും ഒരു കേസ് നൽകും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണമായി വരുന്നുണ്ട്. അല്ലു അർജുനോട് അങ്ങേയറ്റം ഒരു നീതികേടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പെട്ടെന്നുള്ള അറസ്റ്റ്, ഞൊടിയിടയിലുള്ള നീക്കങ്ങളൊപ്പം തന്നെ ഈ ജാമ്യം ലഭിച്ചതിന് ശേഷവും അദ്ദേഹത്തിനെ പുറത്തിറക്കുന്നതിൽ വരുത്തിയ ഒരു കാലതാമസം, ഇതൊക്കെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇനി പരിഗണിക്കുമ്പോഴും ഈ വിഷയങ്ങളൊക്കെയും ചർച്ചയാകും. ഈ തെലങ്കാന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നിട്ടും ആ ഉത്തരവിന്മേൽ പുറത്തിറക്കാൻ കഴിയുമായിരുന്നിട്ടും സാങ്കേതികത്വത്തിൻ്റെ പുറത്ത് അല്ലു അർജുനെ ഒരു ദിവസം ഈ പോലീസ് ജയിലിൽ കഴിയിച്ചു. അതിന് സർക്കാരിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണം ശക്തമാക്കുന്നതാണ് ഇന്ന് അല്ലു അർജുൻ്റെ അഭിഭാഷകനിൽ നിന്ന് വന്ന ഒരു പ്രതികരണവും. എന്തായാലും അധിക സമയം ഇന്ന് രാവിലെ എടുത്തില്ല എന്ന് തന്നെ പറയണം. രാവിലെ ഏതാണ്ടൊരു 6:15, 6:20 കൂടിയൊക്കെയാണ് ഈ അഭിഭാഷകനും ഒപ്പം ഈ അല്ലു അർജുൻ്റെ പിതാവുണ്ടായിരുന്നു, ഭാര്യാപിതാവുണ്ടായിരുന്നു, സഹോദരനുണ്ടായിരുന്നു. ഇവരൊക്കെയും ചഞ്ചൽഗുഡ സ്റ്റേഷനിലേക്ക് എത്തി. ഇന്നലെ രാത്രി ഒരുപാട് സമയം കാത്തുനിന്ന ശേഷമാണ് ഇവർ നിരാശരായി ജയിലിന് മുന്നിൽ നിന്നും മടങ്ങിയത്. അതിനുശേഷവും ആരാധകർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഏതാണ്ട് രാത്രി 2 മണിവരെ ഇവിടെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. ശേഷം പോലീസ് എത്തിയാണ് അവരെയൊക്കെയും മാറ്റിയത്. ഇന്ന് രാവിലെയും സമാനമായൊരു സാഹചര്യം പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജയിലിന് ചുറ്റുമുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു.
പിന്നാലെയാണ് അല്ലു അർജുൻ ഈ അഭിഭാഷകർ അകത്തേക്ക് കയറുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പിൻവശത്തെ ഗേറ്റിലൂടെ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അല്ലു അർജുനെ തൻ്റെ വസതിയിലേക്ക് തിരികെ കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുറത്തിറങ്ങിയ അല്ലു അർജുൻ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം പിൻവശത്തെ ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് പോയത്. പോലീസ് ഒരു സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തി കണ്ടാകും ഒരുപക്ഷെ അദ്ദേഹത്തിനോട് പിൻവശത്തെ ഗേറ്റിലൂടെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടത് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും രാവിലെ അധിക സമയവും ഇന്നലെ ഉണ്ടായതുപോലുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഒന്നുമില്ലാതെ അല്ലു അർജുൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രജിൻ, റഹിസ, ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതൊരു രാഷ്ട്രീയ വാർത്തയായി രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആരാധകരുടെ ഭാഗത്തു നിന്ന് അല്ലു അർജുൻ ജയിൽ മോചിതനായതോടുകൂടി ആ പ്രതിഷേധത്തിന് അയവുണ്ടാകുമോ? അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ക്രിസ്റ്റിന, ഈ രാഷ്ട്രീയ വിവാദം എന്തായാലും കെട്ടടങ്ങില്ല എന്ന് ഉറപ്പാണ്. കാരണം പോലീസിന്റെ ഇന്നലത്തെ ഷോയ്ക്കുള്ള റിവ്യൂ ഇന്നാണ് നടക്കുക. അത് അതിശക്തമായി തന്നെ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഏതാണ്ട് സൈബർ എടുത്ത് അല്ലു അർജുൻ്റെ ആരാധകർ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. സൈബർ ഹാൻഡിലുകൾ, അതുപോലെ തന്നെ എക്സ് ഹാൻഡിലുകൾ, അല്ലു അർജുൻ ഫാൻസ് ഗ്രൂപ്പുകളിലെ പ്രതികരണം, ഇതൊക്കെയും വലിയ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉന്നയിക്കുന്നത്. കാരണം ഒരു പക്ഷേ പോലീസിന് കുറച്ചുകൂടിയൊക്കെ സമചിത്തതയോടെയൊക്കെ ഇടപെടാൻ കഴിയുന്ന ഒരു കേസായിരുന്നു ഇതെന്ന് പൊതുവെ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അല്ലു അർജുനെ പോലെ ഒരു നടൻ ഒരു ദേശീയ അവാർഡൊക്കെ നേടി അതിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു നടനാണ്. മാത്രമല്ല അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ചെയ്ത ഒരു ക്രൈം അല്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. കോടതിയും അത് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ അറസ്റ്റ് ചെയ്ത് ഈ ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. പെട്ടെന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. വൈകിട്ട് ഈ കേസ് FIR റദ്ദാക്കണമെന്നുള്ള അല്ലു അർജുൻ്റെ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അദ്ദേഹത്തിനെ തിരക്കിട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിന് സർക്കാരിൻ്റെ അനുവാദം ലഭിച്ചിട്ടുമുണ്ട്. കാരണം ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ അറസ്റ്റിനെ വലിയ തോതിൽ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. ഏത് നടനായാലും നിയമം തന്നെയാണ്, ഒരുപോലെ തന്നെ പോകണം, സാധാരണക്കാരനെന്നോ നടനെന്നോ അതിൽ വ്യത്യാസമില്ല എന്നുള്ള കാര്യം രേവന്ത് റെഡ്ഡി പറയുമ്പോഴും ഇവിടെയുള്ള ക്രൈമിന്, ഈ കുറ്റത്തിന് അതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. കാരണം അല്ലു അർജുൻ ഈ കേസിൽ ഏതാണ്ട് 11ാമത് പ്രതിയായിട്ടെങ്ങാണ്ടാണ് അല്ലു അർജുൻ്റെ പേര് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ഒരു ബോധപൂർവം നടത്തിയ ഒരു ക്രൈം അല്ല എന്നുള്ള വസ്തുത കൂടി പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഇത്ര കണ്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അത്തരത്തിലൊരു നിലപാടെടുത്ത് ശക്തിയുക്തം വാദിച്ച് കേസ് മാറ്റിവെക്കണം എന്നുള്ളൊരു നിലപാടെടുത്ത് അത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു. അല്ലു അർജുനെ അറസ്റ്റ് ജയിലിലേക്ക് കൊണ്ടുപോകണം. അല്ലു അർജുൻ്റെ ആരാധകരും അല്ലു അർജുനെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല അല്ലു അർജുൻ ഇങ്ങനെ ഒരു റിലീസ് ഡേ, അതും വലിയ ചെലവ് മുടക്കി പുറത്തിറക്കുന്ന ചിത്രം, അത് നിരവധി ഉണ്ടായിട്ടുണ്ട് അല്ലു അർജുൻ്റെ. ഇതിന് മുമ്പും ഈ രീതിയിൽ റിലീസ് ഡേയുടെ അന്ന് തിയേറ്ററുകളിലേക്ക് അല്ലു അർജുനും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവിച്ചൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അതിൽ അല്ലു അർജുൻ എങ്ങനെയാണ് പ്രതിയാവുക എന്ന വാദമാണ് ഈ ആരാധകരും ഒപ്പം അല്ലു അർജുൻ്റെ അടുത്ത വൃത്തങ്ങളും ഉയർത്തുന്നത്. അതിലിനി എന്താണ്, ഏത് രീതിയിലാണ് ഈ കേസിനെ അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, കേസിൽ ആ വാദം എങ്ങനെയാണ് നിലനിൽക്കുക? പ്രജിൻ, ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ കേസ് എന്തായാലും അധിക നാൾ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ഈ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അല്ലു അർജുൻ ഇത്തരത്തിലൊരു സംഭവത്തിൻ്റെ ഭാഗമായി മാറിയത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. 2, അദ്ദേഹവും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തൻ്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് പോയി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കുള്ളതുപോലെ അദ്ദേഹത്തിനുണ്ട് എന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള വകുപ്പ് നിലനിൽക്കുമോ എന്ന് ഇന്നലെ തന്നെ കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അധികം ഇത് മുന്നോട്ട് പോകും എന്ന് തോന്നാത്ത തരത്തിലുള്ള വാദമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് പോലീസ് ഇന്നലെ അല്ലു അർജുനെ ഒരു ദിവസം ജയിലിലാക്കണം എന്നുള്ള കടുംപിടുത്തത്തിൽ ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയത് എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. തങ്ങൾ തിരക്കിട്ട് നടത്തിയ ഒരു നീക്കം പാളിയിട്ടില്ല എന്ന് കാണിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അമിതാവേശമുണ്ടായി. അതാണ് അല്ലു അർജുൻ
ജയിൽ മോചിതനായിരിക്കുന്നു. പക്ഷേ വിവാദം ഇവിടെയും അവസാനിക്കുന്നില്ല. തുടർ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതെ. പാക് ഭീകരവാദി സംഘത്തെ തകർത്തതായി പഞ്ചാബ് പോലീസ് അറിയിക്കുന്നു. 2 പേരെ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ പിന്തുണയുള്ള ഭീകരരെയാണ് പിടികൂടിയതെന്നാണ് അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. വാർത്തയുടെ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പാകിസ്ഥാനിൽ നിന്നും ഉള്ള സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനത്തെയാണ് പഞ്ചാബ് പോലീസ് തകർത്തിരിക്കുന്നത്. പാക് ചാര സംഘടനയായ ISIയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ പ്രവർത്തകരായ 2 പേർ, അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയും കൂടാതെ അമൃത്സർ സ്വദേശി ജഗ്ദീപ് സിംഗും ഉൾപ്പെടുന്നുണ്ട്. ഇവരെ 2 പേരെയുമാണ് പഞ്ചാബ് പോലീസ് ഇന്നലെ നടന്ന പ്രത്യേക ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിടെയാണ് ഇരുവരെയും പിടികൂടിയത് എന്നും ഒപ്പം തന്നെ പല നിർണായക രേഖകളും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ നേതാക്കളായ ഹർവീന്ദർ റിൻഡയുടെയും ഹർപ്രീത് സിംഗിന്റെയും നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ 2 പേരുമെന്നും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ പാക് ചാര സംഘടനയായ ISI നൽകിയിരുന്നു എന്നുമാണ് പഞ്ചാബ് പോലീസ് നൽകുന്ന വിവരം. ഇവരെ 2 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും കൂടുതൽ കൂട്ടാളികൾ സംബന്ധിച്ചും ഇവരുടെ പദ്ധതി സംബന്ധിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷയാണ് പഞ്ചാബ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മൾ പത്രത്തിലേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മലയാള മനോരമയുടെ ആദ്യ പേജിൽ രക്ഷാപ്രവർത്തനം 132 കോടി ചോദിച്ചു വ്യോമസേന കാശെടുക്ക് എന്നാണ് അതിൻ്റെ ഒരു തലക്കെട്ട് കാണിക്കുന്നത്. 2006 മുതലുള്ള കുടിശ്ശിക അത് ചോദിച്ചതിൻ്റെ വാർത്തയാണ്. മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഡ് വാർത്ത ട്രംപ് ഭീഷണി. 17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി എന്നതാണ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. അതായത് അനധികൃത കുടിയേറ്റ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അധികാരമേറ്റാൽ ഉടൻ തന്നെ ഈ അനധികൃതമായി കുടിയേറി പാർക്കുന്നവരെ പുറത്താക്കുമെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചത്. അതേതാണ്ട് 17,940 ഇന്ത്യക്കാർക്ക് ഭീഷണിയായി മാറും, അവരെ പുറത്താക്കേണ്ടി വരും എന്നൊക്കെയുള്ളതാണ്. എന്തായാലും നാടുകടത്തൽ പേടിയിലാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. അതെ, കുഞ്ചുകുറുപ്പ് പറയുന്നത് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ കൂവിയയാൾ പിടിയിൽ. അപ്പോൾ കുഞ്ചുകുറുപ്പിന്റെ മറുപടിയാണ് രക്ഷാപ്രവർത്തകർ സിനിമയ്ക്ക് പോയിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോ നമുക്കിന്ന് സന്തോഷം പകരുന്ന വിശ്വനാഥൻ 2.0 എന്ന് പറയുന്ന മറ്റൊരു വാർത്ത കൂടി മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. അതായത് ഇന്നലെ നമുക്കറിയാം നമ്മുടെ ഡി ഗുകേഷ് ഇന്നലെയായിരുന്നു ലോക ചെസ്സിന്റെ കിരീടധാരണം നടന്നത്. ആ ചടങ്ങിന്റെ ചിത്രം സഹിതമാണ് മാതൃഭൂമി 1-ാം പേജിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമയിലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിൽ അന്വേഷണം തുടങ്ങി. ക്രിസ്മസ് പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ ഓൺലൈൻ ട്യൂഷൻ ആപ്പുമായോ യൂട്യൂബ് ചാനലുകളുമായോ ബന്ധമുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നാട്ടുവർത്തമാനം പേജിലെ മറ്റൊരു വാർത്ത കാർത്തിക ദീപപ്രഭയിൽ ചോറ്റാനിക്കര ക്ഷേത്രം എന്നതാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഇപ്പോൾ തൃക്കാർത്തിക ഉത്സവമാണ്. അവിടെ എത്തുന്ന ഭക്തരുടെയൊക്കെ ചിത്രം സഹിതമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ പാലക്കാട്ടെ റോഡപകടവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. മനുഷ്യജീവന് വിലയില്ലേ എന്നാണ് ചോദ്യം. 4 വർഷത്തിനിടെ 3 നാറ്റ്പാക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നടപടിയൊന്നുമില്ല എന്ന വാർത്തയും മനോരമയിലുണ്ട്. ഇനി മാതൃഭൂമി മറ്റൊരു ഒരു അന്വേഷണം നടത്തുന്നു. അതാണ് മെഡിക്കൽ PG നോൺ ക്ലിനിക്കൽ വിഷയങ്ങളോട് അപ്രിയം എന്നൊരു വാർത്ത. അപ്പോൾ അങ്ങനെ വാർത്തകൾ നിരവധിയാണ് ഇന്ന് പത്രങ്ങളിൽ. അപ്പോൾ SKN അവിടെ തയ്യാറാണ്. വെരി 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 ഗുഡ് മോർണിംഗ് SKN. ഞങ്ങൾ വൈറ്റില തൈക്കൂടത്തെ കുന്നറ പാർക്കിൽ നിന്നാണ് ഇന്ന് ഹാൻഡ് ഓവർ. താങ്ക് യു നമ്മുടെ ക്യാമറമാൻ ആരാണെന്ന് നല്ല സൂപ്പർ ഫ്രെയിമിലാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊക്കെ പ്രേക്ഷകരുണ്ടെന്ന് ഞെട്ടിപ്പൊട്ടി കാണുമല്ലോ. രാഹുൽ VSും സുമിത്തും. സുമിത്തും രാഹുലുമാണ്. രാഹുൽ VSും സുമിത്തും കണ്ടാൽ അറിയാവുന്ന പ്രതികൾ തന്നെയാണ്. അവർ അന്വേഷണം തുടങ്ങിയേക്കാം. പ്രേക്ഷകർക്കും ആ ഫ്രെയിമിന്റെ ബ്യൂട്ടി സൗന്ദര്യം ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം.